നമ്മൾ ഇഷ്ടത്തോടു കൂടി നേഴ്സറികളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ബഡ് റോസിനാണ് കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് അല്ലേ. അപ്പം നമ്മൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് റോസ കൊണ്ടുവന്ന് നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു മണ്ണ് ഒരുക്കണം എന്നുള്ളതാണ്. നന്നായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ നടുകയാണെങ്കിൽ ആ റോസ നന്നായിട്ട് ഒരു വർഷം ആ പോട്ടി മിക്സിൽ നിന്ന് മാറാതെ തന്നെ നല്ലതായിട്ട് അതിൽ പൂക്കളും മുട്ടുകളും വന്ന് നിറയാൻ സഹായിക്കുന്നു. എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്തു കൊടുക്കണം. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, അതുപോലെ തന്നെ കുമ്മായം, സാഫ്, മണ്ണും മണലും മിക്സ്, കുറച്ച് ചകിരിച്ചോറ്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരാഴ്ചത്തിന് ശേഷം മാത്രമേ ആ മണ്ണിൽ നടാവുള്ളൂ. അതാണ് ഏറ്റവും നല്ല പോട്ടി മിക്സ്. ഈ മണ്ണൊരു വളക്കൂറുള്ള മണ്ണായിട്ട് നല്ല pH ലെവലൊക്കെ നിയന്ത്രിച്ച് അതിൻ്റെ ആ ഒരു ലെവലൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ആ മണ്ണിൽ പ്രത്യേകിച്ച് നമ്മുടെ റോസ നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ റോസകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മണ്ണ് എന്താണെന്ന് വെച്ചാൽ പുളിരസം കൂടുതലുള്ള മണ്ണാണ് ഇഷ്ടം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാസത്തിലൊരിക്കലും 15 ദിവസം കൂടുമ്പോഴും ഒക്കെ അതിനായിട്ടുള്ള സൊല്യൂഷൻസ് നമ്മുടെ റോസാ ചെടികളുടെ ചൂടൊക്കെ ഒന്ന് കിളച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ റോസയിൽ നല്ല നല്ല തളിർപ്പുകളും വലിയ മുട്ടുകളും വലിയ പൂക്കളും ഉണ്ടാകുന്നത് തീർച്ചയാണ്. ഒരുപാട് പൂക്കൾ വന്ന് നിറയുകയും ചെയ്യും. ഇന്ന് അതിനുവേണ്ടിയുള്ള നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കേണ്ട തന്നെ ഒരു കാര്യമാണ്. അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോല്ല കേട്ടോ. വീട്ടിൽ കൊണ്ടുവെക്കുന്ന റോസ പിടിക്കുന്നില്ല, മുരടിച്ചു പോകുന്നു, പൂക്കളുണ്ടാവുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഇതുപോലൊക്കെയുള്ള സൊല്യൂഷൻസ് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതും അതുപോലെ തന്നെ റോസയെ ശ്രദ്ധിക്കാതിരിക്കുന്നതും അതിൻ്റെ ഓരോ ഘട്ടവും ഓരോ വളർച്ചയും മുട്ടുകളുണ്ടാകുന്ന സമയത്തും പൂക്കളുണ്ടാകുന്ന സമയത്തും ഒക്കെ തീർച്ചയായിട്ടും അതിനെ ശ്രദ്ധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ റോസ് നിറയെ നല്ല പൂക്കളും വലിയ പൂക്കളും ധാരാളം മുട്ടുകളും ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ടൊരു പാത്രം എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 ലിറ്റർ വെള്ളം അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് അതിനകത്തേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. അത് നാടൻ വിനാഗിരിയാണ് ചേർക്കേണ്ടത്. ആപ്പിൾ സിഡർ വിനാഗിരിയോ അങ്ങനത്തെ ഉള്ള ഒന്നുമല്ല, നാടൻ വിനാഗിരിയാണ് ചേർക്കേണ്ടത്. വിനാഗിരി നമ്മുടെ ചെടികൾക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാവാനായിട്ടും മണ്ണിൻ്റെ pH ലെവലൊക്കെ നിയന്ത്രിച്ച് ആസിഡിറ്റി ഉള്ള മണ്ണ് ആക്കാനായിട്ടും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ റോസയിൽ നല്ലതായിട്ട് ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും വേരുകളിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നന്നായിട്ട് ആ റോസ വരാനായിട്ടും മുട്ടുകളും പൂക്കളും ഉണ്ടാവാനായിട്ടും വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. വിനാഗിരി ഒഴിക്കുമ്പോൾ കൂടിപ്പോകരുത്, ഈ കറക്റ്റ് അളവിൽ തന്നെയാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ റോസാ ചെടികളിൽ ഏത് ചെടികൾക്കാണോ റോസാ ചെടികൾക്കാണ് മെയിനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, ഏത് റോസാ ചെടിക്കാണോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ ചൂടുകളിലേക്ക് ഡയറക്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണിൻ്റെ പുളിരസം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ ഇലകൾ കരിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഇത് അത്യാവശ്യമാണ് നമ്മുടെ റോസാ ചെടികൾ കൊടുക്കേണ്ടതും. നമ്മുടെ റോസാ ചെടികൾ വലിയ പൂക്കളുണ്ടാകുന്നില്ല, അതുപോലെ തന്നെ ഉണ്ടാകുന്ന പൂക്കൾ മുരടിച്ച് പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ പോലും മാസത്തിൽ 1 തവണ ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ്. ഈ ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങൾ റോസാ ചെടികൾക്ക് ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങളുടെ റോസകളും നന്നായിട്ട് വരികയുള്ളൂ. രണ്ടാമത്തെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോസയിൽ ഉണ്ടാകുന്ന പൗഡറി മിൽഡ്യൂ, ബ്ലാക്ക് സ്പോട്ട് ഡിസീസ്, അതുപോലെ തന്നെ ഇല കൊഴിഞ്ഞു പോവുക, ഇല മഞ്ഞളിച്ചു പോവുക, കമ്പുകൾ കറുത്തു പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരമായിട്ട് നമ്മൾക്ക് ഇതുപോലെ തന്നെ വിനാഗിരി കൊണ്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് അടുത്തത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ നന്നായിട്ട് കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ 2 രീതിയിലും നമ്മളിത് ചെയ്ത് കൊടുത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു റോസ നന്നായിട്ട് വരും. അതിനായിട്ട് ഞാൻ വീണ്ടും എടുത്തേക്കുന്ന നാടൻ വിനാഗിരി തന്നെയാണ്. വിനാഗിരിയിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് റിസൾട്ട് കിട്ടാറുണ്ട്. ഇത് ഏത് ചെടികൾക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇതിൽ നിന്നും അര ഗ്ലാസ് വിനാഗിരി എടുത്തിട്ട് അതിനകത്തേക്ക് 5-6 തുള്ളി സോപ്പ് ലിക്വിഡ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ സോപ്പ് ലിക്വിഡാണ് ഏറ്റവും നല്ലത്, ഞാനതാണ് ഉപയോഗിക്കുന്നത്. സോപ്പ് പൊടിയൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മുടെ ചെടികളുടെ ഇലകളിൽ, റോസാ ചെടികളുടെയും ഏത് ചെടികളുടെ ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് രണ്ടും മാറി മാറി ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും